Hi dear students, yes, rotational motion. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ടോപ്പിക് പൊസിഷൻ വെക്ടർ ഓഫ് സെന്റർ ഓഫ് മാസും കുറച്ച് പ്രോബ്ലംസും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനിയും പ്രോബ്ലംസ് വരാനുണ്ട്, ടഫായ പ്രോബ്ലംസ് വരാനുണ്ട്. നമുക്ക് കുറച്ചുകൂടെ കോൺസെപ്റ്റുകൾ പഠിച്ചതിന് ശേഷം അതിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ഒന്ന് മെമ്മറിയിലേക്ക് കൊണ്ടുവരൂ. പൊസിഷൻ വെക്ടർ ഓഫ് സെന്റർ ഓഫ് മാസ് നോക്കൂ, m1 m2, their position vectors with respect to this origin is r1 r2. Then this is the position of center of mass. Let us imagine this is the position of center of mass. Then position vector of center of mass is RCM. RCM is equal to m1 r1 plus m2 r2 plus m3 r3 plus etc by m1 plus m2 plus m3 plus etc. Here only two masses, so m1 r1 plus m2 r2 by m1 plus m2. Clear അല്ലേ? Then ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പൊസിഷൻ വെക്ടർ ഓഫ് സെന്റർ ഓഫ് മാസ് ആണല്ലോ നമ്മൾ പറഞ്ഞത്. മോഷൻ ഓഫ് സെന്റർ ഓഫ് മാസിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. അതായത് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് സ്റ്റേഷനറി ആയിരിക്കുന്ന മാസുകളും സ്റ്റേഷനറി ആയിരിക്കുന്ന സെന്റർ ഓഫ് മാസിനെ കുറിച്ചുമാണ് നമ്മൾ പറഞ്ഞത്. ഈ m1 m2 ഈ ബോഡികളുടെ മുകളിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്തു എന്ന് അസ്യൂം ചെയ്യൂ. എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കാം? റെസ്റ്റിലിരിക്കുന്ന ബോഡികൾ മൂവ്മെന്റിലോട്ട് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി കാണേണ്ടത് വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ് കാണണം. വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ്. അപ്പോൾ മാസുകൾ മൂവ് ചെയ്യുമ്പോൾ രണ്ടുപേരും ഒരുമിച്ച് മൂവ് ചെയ്യണമെന്നില്ല. ഏതെങ്കിലും ഒരാൾ മൂവ് ചെയ്യുന്നു, ഒരാൾ റെസ്റ്റ് ആവാം, അല്ലെങ്കിൽ രണ്ടുപേരും കൂടെ മൂവ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ് എന്തായിരിക്കും? ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കൂ, m1 ഇയാളുടെ പൊസിഷൻ വെക്ടർ ആണ് r1. ഈ ബോഡി ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു എന്ന് വിചാരിച്ചോളൂ. Say after a while its position vector is r1 dash. r1 becomes r1 dash. അങ്ങനെയാണെങ്കിൽ ഈ m1 എന്ന് പറയുന്ന ബോഡി ഇവിടേക്ക് എത്തിയാൽ ഈ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഫൈനൽ പോയിന്റ് മൈനസ് ഇനീഷ്യൽ പോയിന്റ്, ഈ ഡിസ്റ്റൻസിനല്ലേ നമ്മൾ dr1 എന്ന് പറയുന്നത്. dr1 അതായത് r1ൽ വന്ന ചേഞ്ച്, അതാണ് dr1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദിസ് dr1 by dt ആരായിരിക്കും? dr1 by dt. അപ്പോ ഇനീഷ്യലി r1 അതായത് m1ന്റെ പൊസിഷൻ വെക്ടർ r1. In a small time interval dt, the position vector of r1 position vector of m1 changed to r1 dash. Then r1 dash minus r1 is dr1. dr1 is the displacement of the body. Then dr1 by dt is, dr1 by dt is velocity of the body, instantaneous velocity of body, because we choose a very small displacement. So നിങ്ങൾ പറയൂ, dr1 by dt is the displacement in unit time, it is velocity of the body. ഇതുപോലെ തന്നെ r2 ആണ് ഇയാളുടെ പൊസിഷൻ വെക്ടർ. m2ന്റെ പൊസിഷൻ വെക്ടർ ആണ് r2. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് മാറി ബോഡി, അതായത് ഇവിടേക്ക് മാറി, m2 ഇങ്ങോട്ട് മാറി. അങ്ങനെയാണെങ്കിൽ ഇത് r2 ഡാഷ് ആണ്. അപ്പോൾ r2 becomes r2 ഡാഷ്. അങ്ങനെയാണെങ്കിൽ ഈ ലൈൻ ഉണ്ടല്ലോ, ഈ ലൈനിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ദിസ് ലൈൻ ഈസ് dr2 ഡാഷ്. dr2 എന്ന് മതി കേട്ടോ, dr2. ദിസ് ലൈൻ ഈസ് dr2. What is dr2? dr2 is the change in position of m2. Okay, so dr2 by dt എന്തായിരിക്കും? dr2 by dt is the velocity of the second body, instantaneous velocity. Instantaneous velocity എടുക്കണമെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. You assume the body m1 and m2 moved for a very small distance during a time interval dt. Okay, so dr1 by dt is the velocity of m1, dr2 by dt is the velocity of m2. Now my question, then what happens to RCM? ഈ r1 r2 ചേഞ്ച് ആയാൽ ഉറപ്പായിട്ടും എന്തിലും ചേഞ്ച് വരും? കമോൺ, RCM-ലും ചേഞ്ച് വരും. അപ്പോൾ ഇനീഷ്യലി സെന്റർ ഓഫ് മാസ് എവിടെയായിരുന്നു? കുറച്ച് കഴിഞ്ഞപ്പോൾ സെന്റർ ഓഫ് മാസ് ഇവിടേക്കായി. അപ്പൊ നമ്മൾ അവിടേക്ക് വരയ്ക്കുന്ന ലൈനിന് നമുക്ക് drcm ഡാഷ് എന്ന് വിളിക്കാം, drcm ഡാഷ്. അങ്ങനെയാണെങ്കിൽ ഈ ലൈനല്ലേ നമ്മൾ DRCM by
DRCM. അതിന് DT കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താവും? വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ് ആയി. അപ്പൊ R1 വരുന്ന ചേഞ്ച് ഇൻ യൂണിറ്റ് ടൈം ആണ് വെലോസിറ്റി ഓഫ് M1. R2 വരുന്ന ചേഞ്ച് ഇൻ യൂണിറ്റ് ടൈം ആണ് വെലോസിറ്റി ഓഫ് M2. ദെൻ RCM വരുന്ന ചേഞ്ച് ഇൻ യൂണിറ്റ് ടൈം ആണ് വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ്. ക്ലിയർ ആയില്ലേ പോയിന്റ്? അപ്പോ നമ്മൾ ഇതാണ് പറയുന്നത്, R1 ചേഞ്ച് ചെയ്തു, R2 ചേഞ്ച് ചെയ്തു, അങ്ങനെയാണെങ്കിൽ RCM ചേഞ്ച് ആവും. നമ്മുടെ ഇക്വേഷനിലേക്ക് ഒന്ന് തിരിച്ചു വരാം. M ഇൻറ്റു സി നമ്മൾ എഴുതിയ ഇക്വേഷൻ എന്തായിരുന്നു? RCM ഈസ് ഈക്വൽ ടു, നമുക്ക് RCM ഈസ് ഈക്വൽ M1 R1 പ്ലസ് M2 R2 ബൈ M1 പ്ലസ് M2. ഈ M1 പ്ലസ് M2 നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് എടുക്കൂ. ഈ M1 പ്ലസ് M2 ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുവരുമ്പോൾ ഞാൻ അതിനെ ക്യാപിറ്റൽ M എഴുതുന്നു. അതുകൊണ്ടാണ് ലെഫ്റ്റ് സൈഡിൽ ക്യാപിറ്റൽ M. ക്ലിയർ ആയോ? ദെൻ RCMന്റെ ഡെറിവേറ്റീവ് ആരാ? DRCM ബൈ DT ഈക്വൽ ടു M1, ഇതാ M1 ഇൻറ്റു R1. R1ന്റെ ഡെറിവേറ്റീവ് ആരാ? ഈ R1ന്റെ ഡെറിവേറ്റീവ് അതാണ് DR1 ബൈ DT. R2 അതിന്റെ ഡെറിവേറ്റീവ് ആരാ? DR2 ബൈ DT. n മാസസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പിന്നെയും കാൽക്കുലേഷൻ കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. അപ്പൊ നോക്കൂ, നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറുന്നു? M ഇൻറ്റു DRCM ബൈ DT ഈസ് വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ്. വെക്ടർ ആണ് കേട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു M1 V1 പ്ലസ് M2 V2 പ്ലസ് എക്സെട്ര എക്സെട്ര പ്ലസ് MN VN. ഓക്കെ, അങ്ങനെയാണെങ്കിൽ VCM കാണാനുള്ള ഇക്വേഷൻ പറയൂ. വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ് ഈസ് ഈക്വൽ ടു M1 V1 പ്ലസ് M2 V2. നമ്മളിവിടെ 2 മാസം എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് M1 V1 പ്ലസ് M2 V2 എന്ന് പറഞ്ഞാൽ മതി. ഇൻഫിനിറ്റ് നമ്പർ മാസുകൾ ഉണ്ട്, അല്ലെങ്കിൽ n നമ്പർ മാസുകൾ ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. എക്സെട്ര MN VN all divided by M. ഹിയർ M എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ആളെ ഞാൻ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നു. M ആരാണ്? ടോട്ടൽ മാസ് ഓഫ് ദ സിസ്റ്റം. ടോട്ടൽ മാസ് ഓഫ് ദ സിസ്റ്റം, അതായത് n പാർട്ടിക്കിൾ ഉള്ള ഒരു സിസ്റ്റം ആണെങ്കിൽ അതിൽ ക്യാപിറ്റൽ M എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും കൂടെയുള്ള മാസ് ആണ് ക്യാപിറ്റൽ M. ക്ലിയർ അല്ലേ? സോ വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ് കാണാനുള്ള ഇക്വേഷൻ പറയൂ. M1 V1 പ്ലസ് M2 V2 പ്ലസ് എക്സെട്ര 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 പ്ലസ് MN VN all divided by M1 പ്ലസ് M2 പ്ലസ് M3 പ്ലസ് എക്സെട്ര MN ഓർ ടോട്ടൽ മാസ് ക്യാപിറ്റൽ M. ക്ലിയർ അല്ലേ? അപ്പോൾ പൊസിഷൻ വെക്ടറിൽ ചേഞ്ച് വരുമ്പോൾ R1 R2 ചേഞ്ച് ആവുമ്പോൾ RCM ചേഞ്ച് ആവും. RCMൽ വരുന്ന ചേഞ്ച് ഇൻ യൂണിറ്റ് ടൈമിനെ പറയുന്ന പേരാണ് വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ്. ക്ലിയർ അല്ലേ? ദെൻ നമുക്കൊരു കാര്യം കൂടെ ചെയ്യാം. നമ്മളിപ്പോ പഠിച്ച ഇക്വേഷൻ എന്താണ്? ടോട്ടൽ മാസ് M ഇൻറ്റു ഇതാ ഈ VCMനെ നമ്മൾ ഒന്നും കൂടെ ഡെറിവേറ്റീവ് എടുക്കുന്നു. കാരണം നിങ്ങൾക്ക് അറിയാം M1 M2 ഈ 2 ബോഡികളുടെ മുകളിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു എന്ന് വിചാരിച്ചോളൂ. ഫോഴ്സ് ആക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ FEC MA രണ്ടുപേർക്കും ആക്സലറേഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സെന്റർ ഓഫ് മാസ് മൂവ് ചെയ്യും, ഉറപ്പായിട്ട് സെന്റർ ഓഫ് മാസിന് ഒരു ആക്സലറേഷൻ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഇനി പറയുന്നത് ആക്സലറേഷൻ ഓഫ് സെന്റർ ഓഫ് മാസ്. നോക്കൂ, എന്താ നമ്മൾ ഈ ഇക്വേഷന്റെ ഡെറിവേറ്റീവ് എടുത്തു. M ഇൻറ്റു DVCM ബൈ DT ഈസ് ഈക്വൽ ടു M1 ഇൻറ്റു DV1 ബൈ DT പ്ലസ് M2 ഇൻറ്റു DV2 ബൈ DT പ്ലസ് എല്ലാം ഡെറിവേറ്റീവ് എടുത്തു. മാസിന്റെ ഡെറിവേറ്റീവ് എടുക്കേണ്ട കാര്യമില്ല, കാരണം മാസ് ഈസ് എ കോൺസ്റ്റന്റ്. അങ്ങനെയാണെങ്കിൽ ACM ആക്സലറേഷൻ ഓഫ് സെന്റർ ഓഫ് മാസ്, അതായത് നമ്മുടെ ഈ സെന്റർ ഓഫ് മാസിന്റെ മുകളിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. ആക്ച്വലി സെന്റർ ഓഫ് മാസിന്റെ മുകളിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്തിട്ടില്ല. ആരുടെ മുകളിലാണ് ഫോഴ്സ് ആക്ട് ചെയ്തത്? M1ന്റെ മുകളിലും M2ന്റെ മുകളിലും എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്തു. അപ്പൊ എന്ത് സംഭവിച്ചു? സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ ചേഞ്ച് ആയി അല്ലെ? സെന്റർ ഓഫ് മാസ് ഒരു വെലോസിറ്റി ഗെയിൻ ചെയ്തു. ഇഫ് ദ വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ് കണ്ടിന്യൂസ്ലി ചേഞ്ചിങ്, ഇറ്റ് മീൻസ് സം ഫോഴ്സ് ഈസ് ആക്ടിങ് ഓൺ ഇറ്റ്. ആ ഫോഴ്സ് ആണ് FEC MA. അതിൽ A ആണ് ആക്സലറേഷൻ. സോ M1 A1 കാരണം എല്ലാവർക്കും അറിയാം dV by dt, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഈസ് ആക്സലറേഷൻ, പ്ലസ് M2 A2 പ്ലസ് എക്സെട്ര എക്സെട്ര പ്ലസ് MN AN ഓൾ ഡിവൈഡഡ് ബൈ ഈ ലെഫ്റ്റിലുള്ള മാസിനെ നിങ്ങൾ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബൈ M1 പ്ലസ് M2 പ്ലസ് M3 പ്ലസ് എക്സെട്ര എക്സെട്ര MN ഓർ ടോട്ടൽ മാസ് ക്യാപിറ്റൽ M എന്ന് എഴുതിയാലും മതി. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത 2 കാര്യങ്ങളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് പൊസിഷൻ വെക്ടർ ഓഫ് സെന്റർ ഓഫ് മാസ്, സ്റ്റേഷനറി ആയിരിക്കുന്ന രണ്ടോ അല്ലെങ്കിൽ അധികമുള്ള മാസുകൾ, അവരുടെ സെന്റർ ഓഫ് മാസ്, അതിന്റെ പൊസിഷൻ വെക്ടറിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനി ആ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് എന്ത് ആക്ട് ചെയ്യുന്നു? ഫോഴ്സ് ആക്ട് ചെയ്യുന്നു.
അങ്ങനെയാണെങ്കിൽ അയാളുടെ വെലോസിറ്റി 0 നിന്ന് ഒരു വാല്യൂയിലേക്ക് ചേഞ്ച് ആവുന്നു. അപ്പോൾ എമ്മിന്റെ വെലോസിറ്റി v1, m2ന്റെ വെലോസിറ്റി v2, അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ് കാണാനുള്ള ഇക്വേഷൻ ഒന്ന് പറയൂ. m1 v1 പ്ലസ് m2 v2 ബൈ m1 പ്ലസ് m2. ഓർമ്മിക്കുക, വെലോസിറ്റികൾ എഴുതുമ്പോൾ വെക്ടർ സിമ്പിൾ ഇടണം. കാരണം വെലോസിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, എല്ലാവർക്കും അറിയാം, അതൊരു വെക്ടറാണ്. അതുപോലെ തന്നെ ആക്സലറേഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? m1a1 പ്ലസ് m2a2 പ്ലസ് എക്സെട്ര എക്സെട്ര mn ബൈ m1 പ്ലസ് m2 പ്ലസ് m3 പ്ലസ് എക്സെട്ര mn. 2 മാസുകളാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ലിമിറ്റ് ചെയ്യണം. ക്ലിയർ അല്ലേ? ആക്സലറേഷൻ ഓഫ് സെന്റർ ഓഫ് മാസിനെ കുറിച്ച് പറയുമ്പോൾ നോക്കൂ, ഇതാ നമ്മൾ so many particles are there. First of all, you draw the Cartesian coordinate system. നമുക്ക് 2 dimension മാത്രം പറയാം തൽക്കാലത്തേക്ക്. x, y, m1, m2, m3, etc. etc. finally mn. ദാ ഇയാളുടെ പൊസിഷൻ വെക്ടർ ആണ് r1, ഇയാളുടെ പൊസിഷൻ വെക്ടർ ആണ് r2, ഒക്കെ വെക്ടറാണ് കേട്ടോ. ഇയാളുടെ പൊസിഷൻ വെക്ടറാണ് r3. അങ്ങനെ പോയി 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 ഫൈനലി ഇയാളുടെ പൊസിഷൻ വെക്ടറാണ് rn. സോ മെനി പാർട്ടിക്കിൾസ് ആർ ദർ. m1, m2, m3 എക്സെട്ര mn. അതുപോലെ r1, r2, r3, r4 എക്സെട്ര rn അവരുടെ പൊസിഷൻ വെക്ടർ കേട്ടോ. ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വിത്തിൻ ദിസ് ബൗണ്ടറി അവരുടെ സെന്റർ ഓഫ് മാസ് വരും. അയാളുടെ പൊസിഷൻ വെക്ടറാണ് നമ്മൾ RCM എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ച ഇക്വേഷൻ ആണ് m ഇൻറ്റു drcm ബൈ dt ഈസ് ഈക്വൽ m1 dr1 ബൈ dt പ്ലസ് m2 ഇൻറ്റു dr2 ബൈ dt പ്ലസ് എക്സെട്ര. നിങ്ങൾക്കറിയാം ഇത് വെലോസിറ്റി v1 ആണ്, vcm ഇതാണ് v1, ഇതാണ് v2, അങ്ങനെ ഇതാണ് vn. നമ്മൾ അതിന്റെ ഡെറിവേറ്റീവ് ഒരു പ്രാവശ്യം കൂടെ ഡെറിവേറ്റീവ് എടുത്തു. m ഇൻറ്റു dv ബൈ dt ഈസ് ഈക്വൽ m1 ഇൻറ്റു dv1 ബൈ dt പ്ലസ് m2 ഇൻറ്റു dv2 ബൈ dt. ഈ dv ബൈ dt ആണ് ആര്? ആക്സലറേഷൻ. ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന ഈ a എന്ന് പറയുമ്പോൾ ആരാണ്? a is the acceleration. ക്യാപിറ്റൽ എ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ആക്സലറേഷൻ ഓഫ് സെന്റർ ഓഫ് മാസ്. ക്യാപിറ്റൽ എം ആരാണ്? ടോട്ടൽ മാസ് ഓഫ് ദ സിസ്റ്റം. n പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ എല്ലാവരുടെയും കൂടെയുള്ള മാസ് ഈക്വൽ ടു m1a1 പ്ലസ് m2a2 പ്ലസ് എക്സെട്ര mnan. ഓക്കെ, ആക്സലറേഷൻ വെക്ടർ ആണ് കേട്ടോ. NCERT ബുക്കിൽ ബോൾഡ് ലെറ്റേഴ്സ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. നമ്മൾ മുകളിൽ വെക്ടർ സിമ്പിൾ ഇട്ടു. ഓക്കെ, സോ അടുത്ത സ്റ്റെപ്പ് MA is equal to this m1a1 replaced by F1. F1 എന്ന് പറഞ്ഞാൽ ആരാ? ദാ m1ന്റെ മുകളിൽ ആക്ട് ചെയ്ത ഫോഴ്സ്. m2a2 is F2. അതാ m2ന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് F2. അതുപോലെ ലാസ്റ്റ് mന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് Fn. ഫോഴ്സ് എല്ലാം വെക്ടർ ആണ്, അതുകൊണ്ട് നമ്മൾ വെക്ടർ സിമ്പിൾ ഇടണം. ലെഫ്റ്റ് സൈഡിൽ ആക്സലറേഷൻ ഒരു വെക്ടർ ആണ്, അതുകൊണ്ട് അവിടെയും വെക്ടർ സിമ്പിൾ ഇടണം. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ MA is equal to F external. ഈ F1 പ്ലസ് F2 പ്ലസ് F3 പ്ലസ് എക്സെട്ര എക്സെട്ര എല്ലാം കൂടെ ചേർത്ത് നമ്മൾ എന്താക്കി മാറ്റുന്നു? F external എന്ന് എഴുതുന്നു. അപ്പൊ ആക്സലറേഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് ACM is equal to F external by total mass. ഇതിൽ നമ്മൾ നടത്തുന്ന ഒബ്സർവേഷൻ എന്താ അറിയോ? നോക്കൂ, സെന്റർ ഓഫ് മാസ് ഓഫ് എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്. സെന്റർ ഓഫ് മാസ് ഓഫ് എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് moves as if all mass of the system was concentrated at the center of mass and all external forces were applied at that point. മനസ്സിലായോ? അതായത് നമ്മൾ ഈ സിസ്റ്റം മൂവ് ചെയ്യുമ്പോൾ ആസ് എ ഹോൾ നമ്മൾ പറയുന്നു സെന്റർ ഓഫ് മാസ് മൂവ് ചെയ്യുന്നു. ഫോഴ്സ് നമുക്കറിയാം, m1ഉം m2ന്റെ മുകളിൽ എല്ലാം ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ പറയുന്നത് എന്താ? all external forces were applied at that point. That point is called center of mass. ക്ലിയർ ആയോ? അപ്പോ നോക്കൂ, നമ്മൾ പൊസിഷൻ വെക്ടർ ഓഫ് സെന്റർ ഓഫ് മാസ് കണ്ടു, വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ് കണ്ടു, ആക്സലറേഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് കണ്ടു. ഇപ്പൊ നമ്മൾ നെറ്റ് ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ പറയുന്നു. ആക്സലറേഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് കാണാനുള്ള ഇക്വേഷൻ ആണ് നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ്. ഓർമ്മിക്കുക, വെക്ടറുകൾ ഫോഴ്സ് വെക്ടർ ആയതുകൊണ്ട് നമ്മൾ നെറ്റ് ഫോഴ്സ് എടുക്കുമ്പോൾ എല്ലാ ഫോഴ്സുകളെയും വെക്ടർ സമ്മാണ് എടുക്കേണ്ടത് കേട്ടോ, ബൈ ടോട്ടൽ മാസ്. ദാറ്റ്സ് അബൌട്ട് ആക്സലറേഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് ഇൻ ടേംസ് ഓഫ്
external force, total external force, vector sum of external forces. Okay. Our next topic, linear momentum of a system of particles. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തല്ലോ, y coordinate, x coordinate, x axis, y axis, then so many masses m1, m2, m3, etc. mn. Okay. r1 is the position vector of m1, അതുപോലെ r2 ആണ് ഇയാളുടെ, അങ്ങനെ പോകുന്നു, r3, ഫൈനലി ലാസ്റ്റ് വൺ rn. ഇയാളുടെ വെലോസിറ്റി v1 എന്ന് വിചാരിച്ചോളൂ. അപ്പൊ അയാളുടെ മൊമെന്റം കാണാനുള്ള ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. മൊമെന്റം ഓഫ് എ പാർട്ടിക്കിൾ p is equal to mv. മൊമെന്റം p is equal to mv, മാസിന്റെ വെലോസിറ്റി മൊമെന്റം. ദെൻ ഫോഴ്സ് എല്ലാവർക്കും അറിയാം, ഫോഴ്സ് F is equal to റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം, ന്യൂട്ടന്റെ സെക്കൻഡ് ലോ അറിയാം. ഇനി ഇവിടെ നമുക്കറിയാം ഒരു പാർട്ടിക്കിൾ അല്ല, സോ മെനി പാർട്ടിക്കിൾസ് ആർ ദർ, n പാർട്ടിക്കിൾസ് ആർ ദർ. അങ്ങനെയാണെങ്കിൽ for the system of n particles, the linear momentum of the system is defined to be vector sum of all individual particles of the system. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നോക്കൂ, വെക്ടർ p is equal to, this is a total momentum, is equal to p1 plus p2 plus etc. etc. pn, where p1 is the momentum of the first particle, p2 is the momentum of the second particle, pn is the momentum of the last nth particle. Clear അല്ലേ? അങ്ങനെയാണെങ്കിൽ ടോട്ടൽ മൊമെന്റം ആണ് p is equal to p1 plus p2 plus p3 plus etc. pn. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം dp by dt ആണ്, dp by dt is the net external force. നമ്മൾ കഴിഞ്ഞ ആ ഒരു ടോപ്പിക്കിൽ ഡിസ്കഷനിൽ വന്നപ്പോൾ നമ്മൾ ഇത് ഡിറൈവ് ചെയ്തിട്ടുണ്ട്, dp by dt is equal to net external force. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അറിയേണ്ട കാര്യം, നമ്മൾ പറയാൻ പോകുന്നൊരു പോയിന്റ് ഇതാണ്, ഇഫ് ഡി പി ബൈ ഡി ടി 0, അതായത് എക്സ്റ്റേണൽ ഫോഴ്സ് 0, അതായത് ഇഫ് ഈ സിസ്റ്റത്തിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല എന്ന് വിചാരിക്കും നിങ്ങൾ, ഈ ഒരു പോയിന്റ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എക്സ്റ്റേണൽ ഫോഴ്സ് സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്നില്ല, അതായത് m1 m2 അങ്ങനെ സോ മെനി പാർട്ടിക്കിൾസ് ഉണ്ട്, ഒരു ബോർഡറിന്റെ മുകളിലും എന്താ ആക്ട് ചെയ്യുന്നില്ല, ഫോഴ്സ് ഇല്ല എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് 0. അല്ലെങ്കിൽ എന്തും സംഭവിക്കാം, എല്ലാ ഫോഴ്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ 0 വരുന്ന കേസും വരാം. ഒന്നുകിൽ ഫോഴ്സ് ഇല്ല, ഉണ്ടെങ്കിൽ എല്ലാം കൂടെ ആഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി, നെറ്റ് ഫോഴ്സ് 0 കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരുന്നു, ഡി പി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു കമോൺ 0. അങ്ങനെയാണെങ്കിൽ പി ഈസ് എ കോൺസ്റ്റന്റ്. എന്താണ് പി? പി എന്ന് പറയുമ്പോൾ ടോട്ടൽ സിസ്റ്റത്തിന്റെ മൊമെന്റം, അതായത് സെന്റർ ഓഫ് മാസിന്റെ മൊമെന്റം. അപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കും, അതായത് നോ എക്സ്റ്റേണൽ ഫോഴ്സ്. അങ്ങനെയാണെങ്കിൽ ആ സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസ് ഉണ്ടല്ലോ, ആ സെന്റർ ഓഫ് മാസിന്റെ മൊമെന്റം ഇനീഷ്യലി 0 ആയിരുന്നെങ്കിൽ അത് 0 ആയിട്ട് തന്നെ പെർസിസ്റ്റ് ചെയ്യും. അതേ സമയത്ത് സം വാല്യൂ ഉണ്ടെങ്കിലോ ആ വാല്യൂ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യപ്പെടും. അപ്പോൾ ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ഈ സെന്റർ ഓഫ് മാസ് മൂവ് ചെയ്യാം, മൂവ് ചെയ്യാതിരിക്കാം. ഈ മൂവ് ചെയ്യുന്ന കേസിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കൂ, നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് 0 എന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ എന്താണോ സെന്റർ ഓഫ് മാസ് ഓൾറെഡി ഉള്ള വെലോസിറ്റി, ആ വെലോസിറ്റിയിൽ തന്നെ സെന്റർ ഓഫ് മാസ് കണ്ടിന്യൂ ചെയ്യും. You got the point? Okay. So ഓർമ്മിച്ച് വെച്ചോളൂ, if external 0, dp by dt 0, that is total momentum of the system is a constant. That is momentum of the center of mass is a constant. Initially അത് 0 ആയിരുന്നെങ്കിൽ 0, വല്ല വാല്യൂ ഉണ്ടായിരുന്നെങ്കിൽ ആ വാല്യൂ കണ്ടിന്യൂ ചെയ്യപ്പെടും. ക്ലിയർ അല്ലേ പറഞ്ഞത്? എന്ത് 0 ആയാൽ മാത്രം, എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആയാലാണ് ഞാൻ ഈ കേസ് ഡിസ്കസ് ചെയ്തത് കേട്ടോ. നമുക്കൊരു സിമ്പിൾ എക്സാമ്പിൾ നോക്കാം, മൊമെന്റം കൺസർവേഷന്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ നോക്കൂ. എ ഹെവി ന്യൂക്ലിയസ് RA എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇറ്റ് ഈസ് റേഡിയം splits into lighter nucleus Rn and an alpha particle. Okay. ഒരു കാര്യം അസ്യൂം ചെയ്യാം, ബിഫോർ എക്സ്പ്ലോഷൻ റേഡിയം മൂവ്സ് വിത്ത് സം കോൺസ്റ്റന്റ് വെലോസിറ്റി v. ഓക്കെ, ഇയാളുടെ മാസ് m ആണ്,
അയാളുടെ വെലോസിറ്റിയാണ് വി. ഇതാ മാർക്ക് ചെയ്തിരിക്കുന്നു വി. അങ്ങനെ ഒരു പെർട്ടിക്കുലർ പോയിന്റിലെത്തി, ഇതാ ഇവിടെ എത്തി, ഈ പോയിന്റിലെത്തി. ദാറ്റ് റേഡിയം സ്പ്ലിറ്റ്സ് ഇൻ ടു ടു. വാട്ട് ആർ ദേ? ഇൻ ദ ഫിഗർ ഇറ്റ് ഈസ് ക്ലിയർ, ഇറ്റ് ഈസ് റാഡോൺ ആൻഡ് ഹീലിയം. ഹീലിയം എല്ലാവർക്കും അറിയാലോ അല്ലേ, എച്ച് ആർ എന്ന് പറയുമ്പോൾ റാഡോൺ. NCERT ബുക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ ഇയാളുടെ മാസസ് M1 എന്നും ഇയാളുടെ മാസ് M2 എന്നും ഇയാളുടെ വെലോസിറ്റി V1 എന്നും ഇയാളുടെ വെലോസിറ്റി V2 എന്നും എടുക്കാം. നിങ്ങൾക്കറിയാം മൊമെന്റം കൺസർവേഷൻ എല്ലാവരും പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താണ് മൊമെന്റം കൺസർവേഷൻ? MV ഈക്വൽ ടു നമുക്ക് എങ്ങനെ ചെയ്യണം? ഇതാ ഇയാളുടെ വെലോസിറ്റി മാസ് M1 വെലോസിറ്റി V1. അപ്പൊ M1 V1 പ്ലസ് എന്തായിരിക്കണം? M2 V2. ഇത് നിങ്ങൾ ലോസ് ഓഫ് മോഷനിൽ പഠിച്ചിട്ടുണ്ട്. MV = M1 V1 പ്ലസ് M2 V2. എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല, അത് സ്വയം അങ്ങ് എക്സ്പ്ലോഡ് ചെയ്തതാണ് കേട്ടോ. അങ്ങനെ ഇന്റേണൽ എക്സ്പ്ലോഷൻ മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇനീഷ്യൽ മൊമെന്റവും ഫൈനൽ മൊമെന്റവും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഓക്കെ. പിന്നെ നമ്മൾ അതിനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എക്സ് ഡയറക്ഷനും വൈ ഡയറക്ഷനും സെപ്പറേറ്റ് ആയിട്ട് കാണാം. ഇവിടെ ഇൻട്രസ്റ്റിംഗ് പോയിന്റ്, ഞാൻ പറയാൻ ഉദ്ദേശിച്ച പോയിന്റ് ഇതാണ്. ഇവിടെ നിങ്ങൾ നോക്കൂ, ഈ M1 M2 കടുള്ള സെന്റർ ഓഫ് മാസ് എവിടെയായിരിക്കും? ആഫ്റ്റർ എക്സ്പ്ലോഷൻ. ആഫ്റ്റർ എക്സ്പ്ലോഷൻ നിങ്ങൾ ഇങ്ങനെ ഒരു ഡോട്ടഡ് ലൈൻ കംപ്ലീറ്റ് ചെയ്ത് M1 M2 കൂടെ സെന്റർ ഓഫ് മാസ് നോക്കിയാൽ ദാ ഇവിടെയായിരിക്കും. ദിസ് ഇൻഡു മാർക്ക് റെപ്രസെന്റ് ദ പൊസിഷൻ ഓഫ് സെന്റർ ഓഫ് മാസ്. ഇപ്പോ എക്സ്പ്ലോഷന് ശേഷമുള്ള ഒരു ഇൻസ്റ്റന്റ് ആണ് കേട്ടോ. അടുത്ത ഇൻസ്റ്റന്റിൽ ഒരു പക്ഷേ M1 ഇവിടെ എത്തിയെന്ന് വിചാരിച്ചോളൂ, അതുപോലെ M2 വേറെ എവിടെ എത്തിയെന്ന് വിചാരിച്ചോളൂ, ഇത് എവിടെ എത്തിയെന്ന് വിചാരിച്ചോളൂ. നിങ്ങൾ വീണ്ടും ഡോട്ടഡ് ലൈൻ കംപ്ലീറ്റ് ചെയ്യുന്നു. ഡോട്ടഡ് ലൈൻ കംപ്ലീറ്റ് ചെയ്താൽ ഇവിടെയായിരിക്കും സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ. അതായത് എക്സ്പ്ലോഡ് ചെയ്യാതെ നമ്മുടെ റേഡിയം മുന്നോട്ട് പോയി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ സെന്റർ ഓഫ് മാസിന്റെ വെലോസിറ്റി V തന്നെയാണ്. ഈ എക്സ്പ്ലോഷന് ശേഷം രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്താലും ഈ രണ്ടുപേരുടെയും കൂടിയുള്ള ചേർന്നുള്ള സെന്റർ ഓഫ് മാസ് ഉണ്ടല്ലോ, സെന്റർ ഓഫ് മാസിന്റെ വെലോസിറ്റി എന്ത് തന്നെയായിരിക്കും? ഓൾറെഡി റേഡിയത്തിന് ഉണ്ടായിരുന്ന വെലോസിറ്റി എന്താണോ അതേ വെലോസിറ്റി തന്നെയായിരിക്കും, അതേ ഡയറക്ഷൻ ആയിരിക്കും. ഓക്കെ. അപ്പോ എക്സ്പ്ലോഷൻ നടന്നില്ലെങ്കിൽ റേഡിയം ഏത് ഡയറക്ഷനിലാണോ മൂവ് ചെയ്യുന്നത് അതേ ഡയറക്ഷനിൽ തന്നെ മൂവ് ചെയ്യേണ്ടി വരും. ആര്? ഹീലിയത്തിന്റെയും റാഡോണിന്റെയും സെന്റർ ഓഫ് മാസ്. ക്ലിയർ ആയല്ലോ? ഇനി ഈ ഒരു കോൺസെപ്റ്റ് ഒന്നും കൂടെ നമുക്ക് ക്ലിയർ ആവാൻ നമുക്ക് നമ്മുടെ പ്രൊജക്ടൈലിന്റെ എക്സ്പ്ലോഷനെ കുറിച്ച് പറയാം. അതായത് പ്രൊജക്ടൈൽ എല്ലാവർക്കും അറിയാലോ അല്ലേ? അപ്പോൾ പ്രൊജക്ടൈൽ എക്സ്പ്ലോഡ് ചെയ്താൽ എങ്ങനെയാണ് മൊമെന്റം കൺസർവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. പ്രൊജക്ടൈലിന്റെ എക്സ്പ്ലോഷൻ കേട്ടോ. എന്താ പ്രൊജക്ടൈൽ? Projectile is the name given to a body which move under the action of gravity alone. അപ്പൊ നിങ്ങൾക്ക് തോന്നാം എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടോ? അവിടെ ഉണ്ട്. ആരാ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് which moves under the action of gravity alone without being propelled by engine or fuel. വേറെ അഡീഷണൽ ആയിട്ട് ഫോഴ്സുകളൊന്നും ഉണ്ടാവരുത്, എഞ്ചിനോ ഫ്യൂലോ ഒന്നും ഉപയോഗിക്കരുത്. അതാണ് പ്രൊജക്ടൈൽ. എല്ലാവർക്കും അറിയാം പ്രൊജക്ടൈൽ എന്താണെന്ന്. അപ്പോൾ എന്താ? ഇനീഷ്യലി ബോഡി ഈസ് ഹിയർ, ആഫ്റ്റർ എ വൈൽ ബോഡി ഈസ് ഹിയർ. എന്ത് ചെയ്തു? നമ്മുടെ ബോഡി സ്പ്ലിറ്റ് ആവുന്നു. ഒരു V സ്പീഡിൽ നിങ്ങൾ എറിഞ്ഞു. നിങ്ങൾക്കറിയാം മുകളിലേക്ക് പോകും തോറും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴേക്ക് ആക്ട് ചെയ്യുന്നത് കാരണം വെലോസിറ്റി കുറഞ്ഞു വരും. ഇവിടെ എത്തുമ്പോൾ എന്തായാലും വേറൊരു വെലോസിറ്റി ഉണ്ട്, സേ V ഡാഷ്, ഒരു ഫൈനൈറ്റ് വെലോസിറ്റി ഉണ്ട്. അയാളുടെ മാസ് M ആണ്. M മാസ് ഉണ്ട്, V ഡാഷ് ആണ് വെലോസിറ്റി. അവിടുന്ന് അയാൾ അങ്ങ് സ്പ്ലിറ്റ് ചെയ്തു. എക്സ്പ്ലോഷൻ. സ്പ്ലിറ്റ് ചെയ്തു. എന്താ സംഭവിക്കുക? എന്ത് സംഭവിക്കും? കുറെ പാർട്ടിക്കിൾസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. സേതാം 1 2 3 4 ഒരു ഇൻസ്റ്റന്റിലാട്ടോ. നമ്മൾ ഇവരുടെ എല്ലാവരുടെയും കൂടുതൽ എന്ത് കണ്ടുപിടിക്കണം? സെന്റർ ഓഫ് മാസ് കാണണം. സെന്റർ ഓഫ് മാസ്. M മാസുള്ള ആൾ സ്പ്ലിറ്റ് ചെയ്തു. M1 M2 M3 M4 M5 കുറെ മാസുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്തു.
ഇന്റേണൽ എക്സ്പ്ലോഷൻ ആണ്, നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ പലർക്കും പല വെലോസിറ്റി V1, V2, V3, V4 എക്സെട്ര Vn വിചാരിച്ചോളൂ. ഇൻട്രസ്റ്റിംഗ് സംഭവം എന്താ അറിയോ? ഈ എക്സ്പ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ എല്ലാ പാർട്ടിക്കിൾസിനെ എടുക്കുക, അവരുടെ സെന്റർ ഓഫ് മാസിന്റെ പാത്ത് നമ്മൾ നോക്കുക. ഇൻട്രസ്റ്റിംഗ് സംഭവം എന്താ അറിയോ? ഇയാൾ എക്സ്പ്ലോഡ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഏത് ട്രാക്കാണോ അയാൾ ഫോളോ ചെയ്യുന്നത് അതേ ട്രാക്ക് ഫോളോ ചെയ്യും ആര്? ഈ എക്സ്പ്ലോഡ് ചെയ്ത പാർട്ടിക്കിൾസിന്റെ സെന്റർ ഓഫ് മാസ്. എല്ലാ പാർട്ടിക്കിൾസും പല ട്രാക്കിലാണ് മൂവ് ചെയ്യുന്നത്. പക്ഷെ ഇൻട്രസ്റ്റിംഗ് സംഭവം ഞാൻ പറഞ്ഞു, എക്സ്പ്ലോഡ് ചെയ്തില്ലായിരുന്നെങ്കിൽ സെന്റർ ഓഫ് മാസ് ഏത് പാത്താണോ ഫോളോ ചെയ്യുക അതേ പാത്ത് ഫോളോ ചെയ്യും ആര്? ഫ്രാഗ്മെന്റുകളുടെ സെന്റർ ഓഫ് മാസ്. ഓക്കെ, നോക്കൂ, സെന്റർ ഓഫ് മാസ് ഓഫ് ദ ഫ്രാഗ്മെന്റ്സ് ഓഫ് ദ പ്രൊജക്ടൈൽ come on continuous along the same parabolic path which would have followed if there were no explosion. ക്ലിയർ ആയല്ലോ കൺസെപ്റ്റ്? അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരാം, സാർ ആഫ്റ്റർ എക്സ്പ്ലോഷൻ എക്സ്റ്റേണൽ ഫോഴ്സ് ആയിട്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇല്ലേ? അങ്ങനെയാണെങ്കിൽ ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം സെന്റർ ഓഫ് മാസിന്റെ ട്രാക്കിൽ മാറ്റം വരണ്ടേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആൻസർ പറഞ്ഞു തരട്ടെ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബിഫോർ എക്സ്പ്ലോഷനും ഉണ്ട്, ആഫ്റ്റർ എക്സ്പ്ലോഷനും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നോ ഇഷ്യൂ. അപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ട്, പക്ഷെ ആ ഫോഴ്സിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇനീഷ്യൽ എക്സ്പ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് 0, ദെൻ എക്സ്പ്ലോഡ് ചെയ്തതിന് ശേഷം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വന്നാൽ ശരിയാണ്, സെന്റർ ഓഫ് മാസിന്റെ പാത്തിൽ മാറ്റം വരണം. പക്ഷെ ഇവിടെ ഇനീഷ്യലിയും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്, ഫൈനലിയും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. ഇതിന്റെ എക്സ്പ്ലനേഷൻ NCERT ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, നോക്കൂ. The forces leading to explosion are internal forces. They contribute nothing to the motion of center of mass of the system. They contribute nothing to the motion of center of mass. Here, the total external force, namely the force of gravity is acting. Force of gravity acting on the body. Okay. സെയിം എപ്പോ? ബിഫോർ ആൻഡ് ആഫ്റ്റർ എക്സ്പ്ലോഷൻ. അതാണ് ഇമ്പോർട്ടന്റ് പോയിന്റ്. എക്സ്പ്ലോഷന് മുന്നേയും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്, എക്സ്പ്ലോഷന് ശേഷവും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം പുതിയതായി ഫോഴ്സ് ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ദ സെന്റർ ഓഫ് മാസ് ഓഫ് ദി ഫ്രാഗ്മെന്റ്സ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ എക്സ്റ്റേണൽ ഫോഴ്സ് കണ്ടിന്യൂസ് if there were no explosion. മനസ്സിലായോ? ഇതാണ് കൺസെപ്റ്റ്. അപ്പോൾ ഓർമ്മിച്ചോളൂ, ഈ പ്രൊജക്ടൈൽ ആഫ്റ്റർ എ ടൈം ടി ഫ്രം ഇതാണ് പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ കേട്ടോ. ആഫ്റ്റർ എ ടൈം ടി ഇറ്റ് എക്സ്പ്ലോഡ്സ് ഇൻ ടു സോ മെനി പാർട്ടിക്കിൾസ്, M1, M2, M3 എക്സെട്ര. അങ്ങനെയാണെങ്കിൽ ആ പാർട്ടിക്കിൾസിന്റെ എല്ലാവരുടെയും കൂടെയുള്ള സെന്റർ ഓഫ് മാസിന്റെ മോഷൻ നമ്മൾ ഒബ്സർവ് ചെയ്താൽ ദ സെന്റർ ഓഫ് മാസ് ഓഫ് ദ ഫ്രാഗ്മെന്റ്സ് continues along the same parabolic path compared to if there is no explosion. ഇതാണ് പോയിന്റ്. ക്ലിയർ അല്ലേ? ഇനി നിങ്ങൾ NCERT ബുക്ക് വായിക്കണം, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ പിക്ചർ കിട്ടും. ഇതിൽ കുട്ടികൾ ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, സാർ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഡോണ്ട് വറി, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ആക്ടിങ് ബിഫോർ എക്സ്പ്ലോഷൻ ആൻഡ് ആഫ്റ്റർ എക്സ്പ്ലോഷൻ, സോ നോ ഇഷ്യൂ. ഓക്കെ, അനദർ ഇൻട്രസ്റ്റിംഗ് എക്സാമ്പിൾ നോക്കൂ. A man of mass M moves on a plank of mass capital M. Man, his mass is small m, mass of the plank is capital M. And the man is moving with a velocity u with respect to the plank. If the plank rests on a smooth horizontal surface, then determine the velocity of the plank. That's the question. നോക്കൂ, ഇയാളുടെ മാസ് തന്നിരിക്കുന്നു M, പ്ലാങ്കിന്റെ മാസ് നമുക്ക് തന്നിട്ടുണ്ട് ക്യാപിറ്റൽ M. ഇനീഷ്യലി അസ്യൂം ചെയ്തോളൂ ഇയാളുടെ വെലോസിറ്റി 0. അതുപോലെ തന്നെ പ്ലാങ്കിന്റെ വെലോസിറ്റിയും 0, ഇനീഷ്യലി 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം അറിയേണ്ട കാര്യം, ഇയാൾക്കൊരു സെന്റർ ഓഫ് മാസ് എവിടെയായിരിക്കും?
ഇയാളുടെ സെൻറ്റർ ഓഫ് മാസ് ഹിയർ ആണെന്ന് വിചാരിച്ചോളൂ. ഹിയർ നമ്മുടെ പ്ലാങ്കിന്റെ സെൻറ്റർ ഓഫ് മാസ് ഇവിടെയാണ്. ഓക്കെ, ദെൻ ഇവര് ഈ രണ്ട് പോയിന്റുകളെയും ജോയിൻ ചെയ്യുന്ന ലൈൻ വരച്ചു. അങ്ങനെയാണെങ്കിൽ ഈ ബ്ലാക്ക് കളറിൽ നമ്മൾ വരച്ചിരിക്കുന്നത് സെന്റർ ഓഫ് മാസിന്റെ പൊസിഷനാണ്. ആരുടെ സെന്റർ ഓഫ് മാസ്? മാൻ പ്ലസ് പ്ലാങ്ക്, ദാറ്റ് സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസ് ആണ് ഞാൻ ഈ ബ്ലാക്ക് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. പ്ലാങ്കിന്റെ സെന്റർ ഓഫ് മാസ് അല്ല, മാന്റെ സെന്റർ ഓഫ് മാസ് അല്ല, രണ്ടുപേരും കൂടെ ചേർന്ന സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസിന്റെ പൊസിഷനാണ് ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്നത്. ക്ലിയർ അല്ലേ? Then no frictional force between plank and the ground or plank and the horizontal surface. അങ്ങനെയാണെങ്കിൽ ഇയാളും പ്ലാങ്കും ചേർന്നാൽ ഒരു സിസ്റ്റമാണ്, സിംഗിൾ സിസ്റ്റം. അങ്ങനെയാണെങ്കിൽ അയാൾ എക്സർട്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണോ അത്ര തന്നെ ഫോഴ്സ് പ്ലാങ്ക് തിരിച്ചും എക്സർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ടു ഫോഴ്സസ് ആർ ഇന്റേണൽ ഫോഴ്സസ്. ഇന്റേണൽ ഫോഴ്സിന് എന്ത് മാറ്റാനുള്ള കഴിവില്ല. കമോൺ, internal force not able to change the position of center of mass. Initially center of mass ന്റെ പൊസിഷൻ ഇവിടെ ആയിരുന്നെങ്കിൽ ഇയാൾ ഇതിന് മുകളിൽ നടന്ന് ഇവിടെ എത്തി. ആ പൊസിഷനാണ് ഞാൻ വേറൊരു ഫിഗർ ആയിട്ട് വരച്ചിരിക്കുന്നത്. അതായത് ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡ് വരെ അയാൾ നടന്നു. ഓക്കെ, അയാളുടെ വെലോസിറ്റിയാണ് v1. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം മസ്റ്റ് ആണ്. എന്താ മസ്റ്റ്? പ്ലാങ്ക് ബാക്കിലോട്ട് പോകേണ്ടി വരും. എന്തിനാണ് പ്ലാങ്ക് ബാക്ക്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നത്? എന്നാൽ മാത്രമേ ഇയാളുടെ മാസ് m1 ആണെങ്കിൽ ഇയാളുടെ മാസ് m1, അപ്പോ m1 v1 അതുപോലെ പ്ലാങ്കിന്റെ മാസ് m2, ഈ m2 v2 കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരണം? 0 വരണം. എന്തിനാ m1 v1 പ്ലസ് m2 v2 0 വരുന്നത്? ഇനീഷ്യലി വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ് നമ്മൾ എന്തായിട്ട് എടുത്തു? 0 ആയിട്ട് എടുത്തു. ദെൻ അയാൾ അതിന് മുകളിൽ നടന്നു. പക്ഷെ അയാൾ നടക്കുമ്പോൾ അയാൾ എക്സർട്ട് ചെയ്യുന്ന ഫോഴ്സ് ഇന്റേണൽ ഫോഴ്സ് ആണ്. ഇന്റേണൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ എഫ് എക്സ്റ്റേണൽ 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം VCM റിമെയിൻസ് കോൺസ്റ്റന്റ്, വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ് റിമെയിൻസ് സെയിം. അപ്പൊ ഇനീഷ്യലി റെസ്റ്റിലാണെങ്കിൽ ഫൈനലി റെസ്റ്റിലായിരിക്കണ്ടേ സെന്റർ ഓഫ് മാസ്? അപ്പൊ സംഭവിച്ച കാര്യം ഇതാണ്, ഇയാൾ അങ്ങോട്ട് നടന്ന മൊമെന്റമാണ് m1 v1. അപ്പൊ പ്ലാങ്ക് ബാക്കിലോട്ട് പോയ മൊമെന്റമാണ് m2 v2. m1 v1 പ്ലസ് m2 v2 ഇനീഷ്യലി VCM 0 ആയതുകൊണ്ട് ഫൈനലിയും VCM 0 ആകേണ്ടതുകൊണ്ട് m1 v1 പ്ലസ് m2 v2 എന്തായേ പറ്റൂ? 0 ആയേ പറ്റൂ. അപ്പൊ എന്താ കാര്യം അറിയോ? ഇയാൾ മൂവ് ചെയ്യുമ്പോൾ അയാളുടെ സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ മാറും. ബാക്കിലോട്ട് പ്ലാങ്ക് വരുമ്പോൾ പ്ലാങ്കിന്റെ സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ വെക്ടറും മാറും. പൊസിഷൻ വെക്ടർ മാറും കേട്ടോ. അയാളുടെ സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ വെക്ടർ മാറും, പ്ലാങ്കിന്റെ സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ വെക്ടർ മാറും. പക്ഷെ രണ്ടുപേരും കൂടെ ചേർന്ന സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ വെക്ടർ ആദ്യം എന്തായിരുന്നു അത് തന്നെയായിരിക്കും. സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ വെക്ടർ മാറണമെങ്കിൽ എന്ത് ആക്ട് ചെയ്യണം? എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യണം. ക്ലിയർ അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് പറയണത്. ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. If the plank rests on a smooth surface, then determine the velocity of the plank. നമുക്ക് പ്ലാങ്കിന്റെ വെലോസിറ്റി വേണം. അപ്പോൾ ഇയാൾ അങ്ങോട്ട് പോയ വെലോസിറ്റി സേ v1 എന്നും പ്ലാങ്ക് ബാക്കിലോട്ട് പോകുന്ന വെലോസിറ്റി v2 എന്നും അത് ഞാൻ ഈ ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അയാളുടെ വെലോസിറ്റി v1, സോ അയാളുടെ മൊമെന്റ് m1 v1. ബാക്കിലോട്ട് പ്ലാങ്ക് വരുന്നു, പ്ലാങ്കിന്റെ മാസ് ക്യാപിറ്റൽ M എന്ന് തന്നിട്ടുണ്ട്, സോ അത് ബാക്കിലോട്ട് പോയിട്ടുള്ള മൊമെന്റം mv2. ഒരു കാര്യം മസ്റ്റ് ആണ്, VCM 0 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ m1 v1 പ്ലസ് m2 v2 ബൈ m1 പ്ലസ് m2 ഈക്വൽ ടു 0. ഡിനോമിനേറ്ററിൽ m1 പ്ലസ് m2 അപ്പുറത്തേക്ക് എടുത്താലും നമുക്ക് 0 തന്നെ വരും. ഹിയർ v1 ഈസ് ദ വെലോസിറ്റി ഓഫ് ദ മാൻ വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ സർഫസ്, ദാറ്റ് ഈസ് സേ ഗ്രൗണ്ട്. v2 is the velocity of the plank in the backward direction with respect to the surface, that is with respect to the ground. Okay, അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം m1 v1 is equal to minus m2 v2. അതായത് അയാൾ എവിടേക്കാണോ പോകുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ പ്ലാങ്ക് ട്രാവൽ ചെയ്താൽ മാത്രമേ m1 v1 പ്ലസ് m2 v2 0 ആയി നിൽക്കൂ. എന്നാലല്ലേ VCM 0 ആവുള്ളൂ.
അങ്ങനെയാണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് M1 V1 എന്ന് പറയുമ്പോൾ നമുക്കറിയാം മാഗ്നിറ്റ്യൂഡ് ഓഫ് M1 V1 എന്ന് പറയുമ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് M2 V2 ഈക്വൽ ആവണ്ടേ? കറക്റ്റ് അല്ലേ? ദെൻ ഒരു കാര്യം കൂടെ നമുക്ക് പറയാം. ഇവിടെ നോക്കൂ, ഇയാളുടെ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ദ പ്ലാങ്ക് ഈസ് u. ഓക്കെ, നമുക്കറിയാം രണ്ടും ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ്. അങ്ങനെയാണെങ്കിൽ V1 പ്ലസ് V2 എന്ത് വരണം? V1ന്റെയും V2ന്റെയും കൂടെ മാഗ്നിറ്റ്യൂഡ് ആഡ് ചെയ്താൽ V1 പ്ലസ് V2 ഈക്വൽ ടു എന്തായിരിക്കണം? V1 പ്ലസ് V2 ഈക്വൽ ടു കമോൺ V1 പ്ലസ് V2 ഈസ് ഈക്വൽ ടു u അല്ലേ? അങ്ങനെയാണെങ്കിൽ V1 ഈക്വൽ ടു നമുക്ക് u മൈനസ് V2 എന്ന് എഴുതി കൂടെ? ഹിയർ V1 ഈസ് ദ വെലോസിറ്റി ഓഫ് ദ മാൻ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. Here u given u is the velocity of the man with respect to plank. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ഇക്വേഷൻ എഴുതാം. M1 V1 M1 is small m into V1 is u minus V2 equal to M2 is plank, its mass is capital M into V2 M1 V1 equal M2 V2. So M into small m into u minus m into V2 equal to capital M into V2. So mu equal to V2 into the small m plus capital M രണ്ടും കൂടെ ആഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ V2 equal to come on, എന്താണ് ഇക്വേഷൻ? V2 equal to mu by small m plus capital M. This is the velocity with which plank move in the backward direction in order to conserve the total momentum. ടോട്ടൽ മൊമെന്റം കൺസർവേഷൻ ആണ്. എന്തുകൊണ്ടാണ് ടോട്ടൽ മൊമെന്റം കൺസർവ് ചെയ്തത്? നോ എക്സ്റ്റേണൽ ഫോഴ്സ്. അപ്പൊ അയാൾ അതിന്റെ മുകളിൽ പ്രസ് ചെയ്യുമ്പോൾ അയാൾ ഫോഴ്സ് എക്സർട്ട് ചെയ്യുന്നില്ലേ? അത് തിരിച്ചുകൊണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? നമ്മൾ പറയും അത് ഇന്റേണൽ ഫോഴ്സുകളാണ്. ഇന്റേണൽ ഫോഴ്സ് നോട്ട് ഏബിൾ ടു ചേഞ്ച് ദ പൊസിഷൻ ഓഫ് സെന്റർ ഓഫ് മാസ്. അതുപോലെ തന്നെ വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ് അയാൾ നടക്കാൻ തുടങ്ങുന്നതിന് മുന്നേ 0 ആണെങ്കിൽ അയാൾ നടക്കുന്ന സമയത്തും വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ് 0 ആയിരിക്കും. സിമ്പിൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ ഈ പ്ലാങ്കിന്റെ 1 എൻഡിൽ നിൽക്കുന്നു, ഇവിടെ നിൽക്കുന്നു. എന്നിട്ട് ഈ പ്ലാങ്ക് ഒരു വുഡൻ ബോർഡ് ഉണ്ട് താഴെ കേട്ടോ. ഞാൻ ഇവിടുന്ന് നടന്ന് പോകുമ്പോൾ ഞാൻ മുന്നോട്ട് നടക്കണം മൊമെന്റം M1 V1. അപ്പൊ ഈ വുഡൻ ബോർഡ് ബാക്കിലൂടെ M2 V2 മൊമെന്റത്തിൽ പോവാത്തതിന് കാരണം എന്താ? ആ കേസിൽ സർഫസും പ്ലാങ്കും അല്ലെങ്കിൽ ഇവിടെ വുഡൻ ബോർഡും തമ്മിൽ എന്തുണ്ട്? ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. ഫ്രിക്ഷണൽ ഫോഴ്സ് ഇല്ലായിരുന്നെങ്കിൽ, സർഫസും പ്ലാങ്കും തമ്മിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ഞാൻ M1 V1 മൊമെന്റത്തിൽ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ നിൽക്കുന്ന പ്ലാറ്റ്ഫോം, വുഡൻ പ്ലാറ്റ്ഫോം ബാക്ക്വേർഡ് ഡയറക്ഷനിൽ M2 V2 മൊമെന്റത്തിൽ പോയേ പറ്റൂ. കാരണം എന്നാൽ മാത്രമേ M1 V1 പ്ലസ് M2 V2 ആഡ് ചെയ്യുമ്പോൾ വെക്ടോറിയൽ ആഡ് ചെയ്യുമ്പോൾ 0 വരൂ. കാരണം ഞാൻ ഈ വുഡൻ പ്ലാങ്കിൽ എക്സർട്ട് ചെയ്യുന്ന ഫോഴ്സ് ഒരു ഇന്റേണൽ ഫോഴ്സ് ആണ്. പക്ഷെ ഇവിടെ അങ്ങനെ സംഭവിക്കില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, പ്ലാങ്കും ഗ്രൗണ്ടും തമ്മിൽ അഡീഷണൽ ആയിട്ട് ഫോഴ്സ് വരുന്നുണ്ട്, ഫ്രിക്ഷണൽ ഫോഴ്സ്. അതുകൊണ്ട് മൂവ് ചെയ്യണം നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇല്ലാത്ത കേസാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു കാര്യം പറയാം, ഇയാളും പ്ലാങ്കും തമ്മിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്, അത് ഇന്റേണൽ ഫോഴ്സ് ആണ്. പ്ലാങ്കും സർഫസും തമ്മിലാണ് നമ്മൾ ഞാൻ പറഞ്ഞത് എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടോ ഇല്ലയോ നോക്കണമെന്ന് പറഞ്ഞത്. എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലാത്ത കേസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് കേട്ടോ. അതെ, അപ്പോൾ ഇക്വേഷൻ ഓർമ്മിച്ച് വെച്ചോളൂ. വെലോസിറ്റി ഓഫ് ദ പ്ലാങ്ക് ഇൻ ദ ബാക്ക്വേർഡ് ഡയറക്ഷൻ ഈസ് mu ഡിവൈഡഡ് ബൈ സ്മോൾ m പ്ലസ് ക്യാപിറ്റൽ M. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, നോക്കൂ. ഇഫ് ദ മാൻ ട്രാവൽസ് എ ഡിസ്റ്റൻസ് L with respect to the plank, then find the distance traveled by the plank with respect to ground. ഉള്ള കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം, നോക്കൂ. ഇപ്പം ഇയാൾ ഈ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്നു. ഇയാളുടെ കോർഡിനേറ്റ് 0 എന്ന് വിചാരിച്ചോളൂ. 0 ഇപ്പം ഞാൻ പറഞ്ഞു അയാളുടെ സെൻട്രോ മാസ് ഇവിടെ ഉണ്ട്, പ്ലാങ്കിന്റെ സെൻട്രോ മാസ് ഇവിടെ ഉണ്ട്. അവരെ ജോയിൻ ചെയ്യുന്ന ലൈൻ വരയ്ക്കണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഈ ബ്ലാക്ക് ഡോട്ട് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും കൂടെ ചേർന്ന സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസിന്റെ പൊസിഷനാണ്. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒറിജിൻ ആയിട്ട് ചൂസ് ചെയ്യാം. ഒറിജിൻ അവിടെയെന്ന് വിചാരിച്ചോളൂ. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ ഒറിജിൻ അവിടെയാണ് നിങ്ങൾ അങ്ങ് വിചാരിച്ചോളൂ. ഓക്കെ, ദെൻ അയാൾ ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡ് വരെ നടന്നു. ഇതുവരെ നടന്നു. ആ ഫിഗറാണ് ഞാൻ വേറെ മാർക്ക് ചെയ്തിരിക്കുന്നത്.
ആക്ച്വലി സിംഗിൾ ഫിഗർ ആണ്, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി താഴെ വീണ്ടും വരച്ചു എന്ന് മാത്രം. അപ്പോൾ അയാൾ എത്ര ദൂരം നടന്നത്? വിത്ത് റെസ്പെക്ട് ടു ദ പ്ലാങ്ക് അയാൾ നടന്ന ദൂരം എൽ അല്ലേ? എൽ ദൂരം നടന്നു അയാൾ. ഇതാ ഇവിടെയാണ് ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡ് വരെ നടന്നു എന്ന് പറഞ്ഞാൽ അയാൾ ട്രാവൽ ചെയ്യുന്ന ലെങ്ത് എൽ അല്ലേ? അപ്പൊ അയാളുടെ ഡിസ്പ്ലേസ്മെന്റ് എൽ വരണമെങ്കിൽ പ്ലാങ്ക് റെസ്റ്റിലാവണ്ടേ? വേണ്ടേ? പ്ലാങ്ക് റെസ്റ്റ് നിൽക്കുവോ? പ്ലാങ്ക് റെസ്റ്റിൽ നിൽക്കാം. എങ്ങനെയാണെങ്കിൽ ഇതാ ഈ പ്ലാങ്കും സർഫസും തമ്മിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ മേ ബി ദാറ്റ് പ്ലാങ്ക് റിമെയിൻ അറ്റ് റെസ്റ്റ്. പക്ഷെ ഇവിടെ പ്രോബ്ലത്തിൽ എന്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്? നോ ഫ്രിക്ഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ പ്ലാങ്ക് ആൻഡ് ഹൊറിസോണ്ടൽ സർഫസ്. അപ്പൊ ഷുവർ ആയിട്ടൊരു കാര്യം സംഭവിക്കും, ഇയാൾ അങ്ങോട്ട് നീങ്ങുമ്പോൾ ഒപ്പം പ്ലാങ്ക് ബാക്കിലോട്ട് നീങ്ങേണ്ടി വരും. ആ ഫിഗറാണ് നമ്മൾ വേറെ മാർക്ക് ചെയ്തിരിക്കുന്നത്. എന്തിനാണ് പ്ലാങ്ക് ബാക്കിലോട്ട് നീങ്ങുന്നത്? എന്നാൽ മാത്രമേ അയാളുടെ മൊമെന്റവും പ്ലാങ്കിന്റെ മൊമെന്റവും കൂടെ വെക്ടോറിയൽ ആഡ് ചെയ്ത് എന്ത് വരൂ? 0 വരൂ. ടോട്ടൽ മൊമെന്റം ഓഫ് ദ സിസ്റ്റം ഓർ സെന്റർ ഓഫ് മാസിന്റെ മൊമെന്റം എന്തായി നിൽക്കണം? 0 ആയി നിൽക്കണം. ഇനീഷ്യലി 0 ആണെങ്കിൽ ഫൈനലിയും 0 ആയിരിക്കണം. ഇനീഷ്യലി വല്ല വാല്യൂ ആണെങ്കിൽ ഫൈനലി അതേ വാല്യൂ ആയിരിക്കണം. ഇവിടെ നമ്മൾ ഇനീഷ്യലി റെസ്റ്റ് എന്ന് വിചാരിച്ചു, അങ്ങനെയാണെങ്കിൽ ഫൈനലി റെസ്റ്റ് ആയിരിക്കണ്ടേ? അപ്പോൾ ഇയാൾ മൂവ് ചെയ്യുന്നു, അയാളുടെ പൊസിഷൻ മാറി, പ്ലാങ്കിന്റെ പൊസിഷൻ മാറി. പക്ഷെ രണ്ടുപേരും കൂടെ ചേർന്ന സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ മാറരുത്. യു ഗോട്ട് ദ പോയിന്റ്? ഓക്കെ, ദെൻ നമുക്ക് എങ്ങനെ എടുക്കാം? വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് അയാൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ് ഡെൽറ്റ x1. ഡെൽറ്റ x1 ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ മാൻ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. അയാൾ വിചാരിച്ചത് അയാൾ എൽ ദൂരം നടന്നു പോയെന്നാണ്. ശരിയാണ്, ഹി ട്രാവൽസ് എൽ ഡിസ്റ്റൻസ് വിത്ത് റെസ്പെക്ട് ടു പ്ലാങ്ക്. പക്ഷെ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് അയാൾക്ക് എത്ര ദൂരെ ട്രാവൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ? ദാ ഇത്രയും ദൂരല്ലേ പോയിട്ടുള്ളൂ. ദിസ് ഈസ് ഡെൽറ്റ x1. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? കാരണം എന്താ? ഡെൽറ്റ x2 ദൂരം ആര് ബാക്കിലോട്ട് പോയി? പ്ലാങ്ക് ബാക്കിലോട്ട് പോയി. ഈ പ്ലാങ്ക് ബാക്കിലോട്ട് പോയി. എന്തിനു വേണ്ടി? മൊമെന്റം കൺസർവ് ചെയ്യാൻ. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഒറിജിൻ ഇവിടെ ചൂസ് ചെയ്താൽ നമുക്ക് ഈ പ്രോബ്ലത്തിൽ XCM ഈസ് ഈക്വൽ ടു, നമുക്കൊരു കാര്യം ചെയ്യാം, 0 എന്ന് പറയാം. ഒരു കാര്യം ചെയ്തോളൂ, നിങ്ങൾ ഇവിടെ ഒറിജിൻ അങ്ങ് ചൂസ് ചെയ്യുക. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ ഒറിജിൻ അവിടെ ചൂസ് ചെയ്തോളൂ. നോക്കൂ, അപ്പോൾ ഇവർ മൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്? ഇയാളുടെ പൊസിഷനും പ്ലാങ്കിന്റെ പൊസിഷനും മാറിയിട്ടുണ്ട്. പക്ഷെ പ്ലാങ്കും അയാളും ചേർന്ന സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസ് ഇനീഷ്യലി ഒറിജിനൽ ആണെങ്കിൽ ഇപ്പോഴും അത് ഒറിജിനൽ തന്നെയാണ്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, m1 ഇൻറ്റു ഡെൽറ്റ x1 പ്ലസ്, ഇവിടെ വെക്ടർ സിമ്പിൾ ആവശ്യമില്ല. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഡെൽറ്റ x2 ഈക്വൽ ടു 0. എന്തുകൊണ്ടാണ് വെക്ടർ സിമ്പിൾ ആവശ്യമില്ലെന്ന് ഞാൻ പറഞ്ഞത്? കാരണം ഒരേ ഡയറക്ഷൻ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ m1 ഇൻറ്റു ഡെൽറ്റ x1 മൈനസ് m2 ഇൻറ്റു ഡെൽറ്റ x2 ഈക്വൽ ടു 0. എന്തുകൊണ്ടാണ് മൈനസ് ആയിട്ടത്? അയാളുടെ ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവ് ആക്കി എടുക്കുകയാണെങ്കിൽ പ്ലാങ്കിന്റെ ഡിസ്പ്ലേസ്മെന്റ് നെഗറ്റീവ് ആക്കി എടുക്കണം. കാരണം m1 ഡെൽറ്റ x1ഉം m2 ഡെൽറ്റ x2ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരണം? 0 വരണം. കാരണം XCM ഇനീഷ്യലി നമ്മൾ ഒറിജിനൽ ചൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഫൈനലി എവിടെ തന്നെ ആയിരിക്കും? ഒറിജിനൽ തന്നെ ആയിരിക്കും. ഓക്കെ, സോ സ്മോൾ m ഇൻറ്റു, നോക്ക് നിങ്ങൾ, ആക്ച്വലി ഇയാൾ നടന്ന ദൂരാണ് L. ടോട്ടൽ ലെങ്ത് ഈസ് ഈക്വൽ ടു ഡെൽറ്റ x1 പ്ലസ് ഡെൽറ്റ x2 എന്ന് എടുത്തൂടെ? അപ്പോൾ ഡെൽറ്റ x1 ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഓർ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ മാൻ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. Delta x2 is the displacement of the plank with respect to ground. Delta x1 plus delta x2 എന്ന് പറയുമ്പോൾ ലെങ്ത് ഓഫ് ദ പ്ലാങ്ക് അല്ലേ? അങ്ങനെയാണെങ്കിൽ m1 ഇൻറ്റു L മൈനസ് ഡെൽറ്റ x2. കാരണം എന്താ അറിയോ? ഡെൽറ്റ x1 പ്ലസ് ഡെൽറ്റ x2 ഈ ഫിഗറിലോട്ട് നോക്കൂ, എന്തായിരിക്കും? L അല്ലേ? L. ഓപ്പോസിറ്റ് ഡിറക്ഷൻ റിലേറ്റീവ് വെലോസിറ്റി എടുക്കുമ്പോഴുള്ള കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ m2 ഇൻറ്റു ഡെൽറ്റ x2. ഇപ്പോൾ സ്മോൾ m ഇൻറ്റു L മൈനസ് സ്മോൾ m ഇൻറ്റു ഡെൽറ്റ x2 ഈക്വൽ ടു, കാരണം അയാളുടെ മാസ് m തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ M ഇൻറ്റു ഡെൽറ്റ x2. ഇനി ഈ ടേം അപ്പുറത്തേക്ക് എടുക്കും. അപ്പോൾ ml ഈസ് ഈക്വൽ ടു ഡെൽറ്റ x2 ഇൻറ്റു ദ സ്മോൾ m അപ്പുറത്ത് വന്നു, സ്മോൾ m പ്ലസ് ക്യാപിറ്റൽ M or delta x2 equal to എന്താ വരിക? ml by m plus capital M. യെസ്. അപ്പോൾ
ഡെൽറ്റ എക്സ് വൺ ഇതുപോലെ കാണാം കേട്ടോ. ഡെൽറ്റ എക്സ് വൺ കിട്ടാൻ എന്ത് ചെയ്താൽ മതി നിങ്ങൾക്ക്? ഡെൽറ്റ എക്സ് വൺ ഈസ് ഈക്വൽ ടു എൽ മൈനസ് ഡെൽറ്റ എക്സ് ടു എടുത്താൽ പോരെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടും നിങ്ങൾക്ക്. ഇപ്പം ഞാൻ പറഞ്ഞത് വിത്ത് റെസ്പെക്ട് ടു ദ പ്ലാങ്ക് ഹി ട്രാവൽസ് എ ഡിസ്റ്റൻസ് എൽ, ബട്ട് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ഹി ട്രാവൽസ് ഓൺലി ഡെൽറ്റ എക്സ് വൺ. ഡെൽറ്റ എക്സ് ടു ഈസ് ദ distance traveled by the plank in the backward direction in order to keep the position of center of mass at the same point. Clear ആയോ? നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളൊരു പ്ലാങ്ക്, ഒരു വുഡൻ പ്ലാങ്ക് നിങ്ങളുടെ ഹൊറിസോണ്ടൽ ഫ്ലോറിൽ സെറ്റ് ചെയ്തു, എന്നിട്ട് നിങ്ങൾ പ്ലാങ്കിൻ്റെ മുകളിൽ നിന്ന് ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലോട്ട് നടന്നാൽ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയില്ല. കാരണം ആ പ്ലാങ്ക് അല്ലെങ്കിൽ വുഡൻ പ്ലാറ്റ്ഫോം എന്ന് വിചാരിച്ചോളൂ, ആ പ്ലാറ്റ്ഫോമും ഗ്രൗണ്ടും തമ്മിൽ എന്തുണ്ട്? ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ഫ്ലോറും തമ്മിൽ എന്തുണ്ട്? ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ കേസിൽ ഇത് അപ്ലിക്കബിൾ ആവില്ല കേട്ടോ. ഇത് പെർഫെക്റ്റ്ലി ഫ്രിക്ഷൻ ഫ്രീ സർഫസിൽ ഒരു പ്ലാങ്ക്, ദെൻ അതിൻ്റെ മുകളിൽ ഒരാൾ നടക്കുന്നു, അയാളും പ്ലാങ്കും തമ്മിൽ എന്ത് വരാം? ഫ്രിക്ഷണൽ ഫോഴ്സ് വരാം, എന്നാലേ അയാൾക്ക് നടക്കാൻ പറ്റുള്ളൂ. ക്ലിയർ ആണല്ലോ? അയാൾ നടക്കുമ്പോൾ അയാൾ എക്സർട്ട് ചെയ്യുന്ന ഫോഴ്സ് ഒരു ഇന്റേണൽ ഫോഴ്സ് ആണ്. അതുകൊണ്ട് സിസ്റ്റത്തിന്റെ വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ് റിമെയിൻസ് സെയിം. ഇനീഷ്യലി 0 ആയിരുന്നെങ്കിൽ നടക്കുന്ന സമയത്തും അത് 0 ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഒറിജിൻ എവിടെ സെറ്റ് ചെയ്തു? കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ ഒറിജിൻ എവിടെ സെറ്റ് ചെയ്തു? സെന്റർ ഓഫ് മാസിൽ സെറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അയാൾ നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? അയാളുടെ പൊസിഷൻ മാറും, പ്ലാങ്കിന്റെ പൊസിഷൻ മാറും, പക്ഷെ രണ്ടുപേരും കൂടെ ചേർന്ന സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ മാറില്ല. അതാണ് കൺസെപ്റ്റ്. ഉണ്ടോ? അപ്പോൾ ഈ പ്രോബ്ലം നിങ്ങൾ നന്നായിട്ട് വായിച്ചു നോക്കണം. ഇതുപോലെ ഒരുപാട് പ്രോബ്ലം ഈ ടൈപ്പ് വരാറുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് തരാം. എല്ലാവരും എഴുതിയെടുക്കൂ കേട്ടോ. ഹോംവർക്കാണ്. എ ഡോഗ് weighing 5 kilogram. Dog weighing 5 kilogram. Standing on a flat boat. That is 10 meter from the shore. ഷോറിൽ നിന്നും 10 മീറ്റർ അകലെയായിട്ട് ഒരു ആരുണ്ട്? ബോട്ട് ഉണ്ട്. ബോട്ടിൽ ആരുണ്ട്? ഒരു ഡോഗ് ഉണ്ട്. ഡോഗ് വാക്സ് 4 meter on the boat towards the shore. ഓക്കെ, അപ്പോൾ ഡോഗ് എന്ത് ചെയ്തു? ബോട്ടിന്റെ ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡ് വരെ അങ്ങ് നടന്നു എന്ന് വിചാരിച്ചോളൂ. ബോട്ടിന്റെ ലെങ്ത് 4 മീറ്റർ എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ 4 മീറ്റർ ആര് ട്രാവൽ ചെയ്തു? ഡോഗ് ട്രാവൽ ചെയ്തു. ദെൻ ഹാൾട്സ്, ദെൻ സ്റ്റോപ്പ് ചെയ്തു. ദ ബോട്ട് വെയ്സ് 20 kilogram. One can assume that there is no friction between it and water. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് കേട്ടോ. ദർ ഈസ് നോ ഫ്രിക്ഷൻ. ഇത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഹൗ ഫാർ ഈസ് ദ ഡോഗ് ഫ്രം ദ ഷോർ അറ്റ് ദ എൻഡ് ഓഫ് ദിസ് ടൈം? അപ്പോൾ ഇതാണ് ഷോർ എന്ന് വിചാരിച്ചോളൂ. ഷോർ ഇവിടെന്ന് 10 മീറ്റർ അകലെ ആരുണ്ട്? 10 മീറ്റർ അകലെ ആരുണ്ട്? ഒരു ഡോഗ് ഉണ്ട്. ഡോഗിന്റെ പൊസിഷൻ ഇത് 4 മീറ്ററാണ്. ഡോഗ് എന്ത് ചെയ്തു? ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലൂടെ നടന്നു. എത്ര മീറ്റർ? ഹിയർ ഗിവൺ ദാറ്റ് 4 മീറ്റർ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ഡോഗ് ആൻഡ് ദ ഷോർ നൗ? 10 - 4 ആണോ? ആൻസർ 10 - 4 വരണമെങ്കിൽ ഡോഗ് നടക്കുന്ന സമയത്ത് ബോട്ട് സ്റ്റേഷനറി ആയിട്ട് നിൽക്കണം. നിൽക്കുവോ? ഇല്ല. കാരണം ഫ്രിക്ഷൻ, നോ ഫ്രിക്ഷൻ. എന്ത് സംഭവിക്കും? ഡോഗ് ഇങ്ങോട്ട് നടക്കുമ്പോൾ ബോട്ട് ബാക്കിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ ഡോഗ് വിചാരിച്ചത് 4 മീറ്റർ നടന്നു എന്നാണ്. ഇറ്റ് ഈസ് വിത്ത് റെസ്പെക്ട് ടു ബോട്ട്. അറ്റ് ദ സെയിം ടൈം ബോട്ട് ഇത്തിരി ദൂരം ബാക്കിലോട്ട് പോയിട്ടുണ്ട്. ആ ദൂരം കണ്ടുപിടിക്കണം. ആ ദൂരം അതിൽ നിന്ന് മൈനസ് ചെയ്യണം. അതാണ് ക്വസ്റ്റ്യൻ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ 2 ക്വസ്റ്റ്യൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിരുന്നു. ഇത് 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇതെല്ലാം നമ്മൾ ഈ ചാപ്റ്ററിന്റെ എൻഡിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഓരോ തോട്ടുകൾ ഇട്ട് തരികയാണ്. നിങ്ങൾ ഈ പ്രോബ്ലം ചെയ്ത് നോക്കണം. ചെയ്യാൻ പറ്റും, നിങ്ങളെ കൊണ്ട് പറ്റും ഈ പ്രോബ്ലം ചെയ്യാൻ. കാരണം കോൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. കൺസെപ്റ്റ് ഇതാണ്. അതായത് ഡോഗ് ബോട്ടിൽ എക്സർട്ട് ചെയ്യുന്ന ഫോഴ്സ് ഒരു ഇന്റേണൽ ഫോഴ്സ് ആണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കണം? വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ് ഇനീഷ്യലി 0 ആയിരുന്നെങ്കിൽ ഫൈനലിയും 0 ആയിരിക്കണം. അപ്പൊ ഇയാളെ M1 V1 മൊമെന്റത്തിൽ ഇങ്ങോട്ട് നടക്കുമ്പോൾ ബോട്ട് ബാക്കിലോട്ട് M2 V2 മൊമെന്റത്തിൽ പോകണം.
M1 V1 പ്ലസ് M2 V2 ഈക്വൽ ടു വെക്ടോറിയലി ഈക്വൽ ടു 0 വരണം. ഇതാണ് കോൺസെപ്റ്റ് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത ക്ലാസ്സിൽ പറയണം ഇതിന് ആൻസർ കിട്ടിയോ നിങ്ങൾ പറയണം. ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യാം, സാർ ദിസ് ഈസ് ദ ആൻസർ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഞാനിത് എൻഡിൽ ഈ ചാപ്റ്ററിനെ എൻഡിൽ ഡിസ്കസ് ചെയ്ത് തരും. ഓക്കെ.